ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുമാത്രമല്ല, വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 3/4 ലിറ്ററോളം, 1 ലിറ്റർ തികച്ച് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, 1 ലിറ്ററിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു 3/4 ലിറ്റർ അളവിൽ ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ഇതുപോലത്തെ പുഡിങ്, ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് 3/4 കപ്പോളം ഉള്ള റവ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. വറക്കാത്ത റവയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഒരു 3/4 കപ്പോളമുള്ള പഞ്ചസാരയാണ്. ഇനിയിപ്പോൾ അത് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു 1/2 കപ്പ് ആദ്യം ഇടുക, എന്നിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതി. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അടുത്തുനിന്ന് പോവരുത്, കൈവിടാതെ ഇളക്കണം. കാരണം റവ ഇനി പെട്ടെന്ന് കുറുകാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയം ഏകദേശം ഒരു 3 മിനിറ്റോളം സമയം എടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ ഏലക്ക, 1-2 ഏലക്കയുടെ കുരു ഒന്ന് പൊടിച്ചിട്ടാണെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പാലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് വടിച്ചെടുക്കണം കേട്ടോ, കാരണം അതൊക്കെ നമ്മുടെ പാലിൻ്റെ കൊഴുപ്പാണ്. ഇപ്പോൾ നോക്കിക്കേ, ഈ ഒരു റവയുടെ മിക്സ് ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതല്ല ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ അത് ഒന്ന് ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. കണ്ടോ, നമ്മുടെ ഇച്ചിരി കട്ടിയായിട്ടുള്ളൊരു പരുവാണ്. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിനകത്ത് എണ്ണ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അല്പം ബട്ടറാണ് തേച്ചത്. നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണയും ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കാരണം ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിക്കാം. എന്നിട്ടൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കുക. ഞാനിന്നിവിടെ ഒരു സ്പ്രിംഗ് ഫോയിലിൻ്റെ ഒരു കേക്ക് ടിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇച്ചിരി കൂടി ഈസിയാണ്. അതിൻ്റെ ഒരു സ്പ്രിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഫോയിലിൻ്റെ ഒരു കേക്ക് ടിൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് സാധാരണ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതിൻ്റെ സൈഡുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളമുള്ള കപ്പാണ്, 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ കുറച്ച് പാല് ഞാനൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ അത് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി ആണെങ്കിലും ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പാലിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് ഈ പാലിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കണം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നാണ് 1/4 കപ്പ് കോൺഫ്ലവറിന് മാറ്റി വെച്ചത്. അപ്പോൾ ആ ബാക്കിയുള്ള പാല് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരു 3 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് നോർമലി നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഷുഗർ സിറപ്പൊക്കെ യൂസ് ചെയ്യും. ഞാൻ പക്ഷെ അതൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഇതിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പാലൊക്കെ ഒരുവിധം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് അതും കൂടെ ഇതിനകത്ത് ചേർക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കോൺഫ്ലവർ ആണ്, നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചീസ് ഇടണം. ചീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രീം ചീസാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ചീസാണ്. നമ്മൾ സാധാരണ മേടിക്കുന്ന ആ ഒരു ചെഡാർ ചീസ് പോലത്തെ ചീസൊന്നും അല്ല കേട്ടോ. ഇതിങ്ങനെയൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ്. ഇതിന് പല പേര് പറയും. ക്രീം ചീസ് എന്ന് പറയും, സോഫ്റ്റ് ചീസ് എന്ന് പറയും.
അപ്പോൾ അത് ഞാനൊരു 1/2 കപ്പ് ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു സമയത്തും ലോ ഫ്ലെയിമിൽ തന്നെയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മുടെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഈ ചീസ് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുത്ത് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലോട്ട് വരും. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പുഡിങ്ങിന് 2 ലെയറാണ് ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെയർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എടുത്ത് പറയാണ്, 2 ലെയറുള്ളൊരു പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലോട്ട് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ക്രീം ചീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബട്ടറിനേക്കാളും ഇച്ചിരി തിക്കായിട്ടും അതുപോലെ ചെറിയൊരു പുളി, ചെറിയൊരു ഉപ്പ് രസം, അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ക്രീം ചീസ് എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേക സ്വാദാണ് നമ്മൾ മധുരത്തിൻ്റെ കൂടെ അത് കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം അവിടെ റെഡി ആയിട്ടുണ്ട്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാൻ ഫ്രിഡ്ജിനകത്തുനിന്ന് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന റവയുടെ ആ ഒരു മിക്സ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം നന്നായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് എടുത്തായിരുന്നു. സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും ഞാൻ കൈകൊണ്ട് ഒന്ന് തൊടുമ്പോഴത്തേക്കും വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു റവയുടെ ഈ ഒരു മിക്സിൻ്റെ അല്ലെങ്കിൽ റവയുടെ ആ ഒരു പുഡിങ്ങിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് തന്നെ ഒന്ന് ലെയർ ചെയ്തെടുക്കുന്ന ടോപ്പിംഗ് പോലെ നമ്മളെല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് പരത്തിയൊക്കെ എടുക്കണം. അപ്പം ഞാൻ ഈ ഒരു ക്രീം ചെറു ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ ഈ ഒരു റവയുടെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഫ്രിഡ്ജിനകത്ത് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. ഇത് എത്രത്തോളം തണുക്കുന്നോ അത്രത്തോളം ഇതിന് രുചിയും കൂടും, നന്നായിട്ട് തന്നെ സെറ്റാവും. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എടുത്തു കേട്ടോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ വളരെ എനിക്ക് സ്വസ്ഥത തരാത്തത് കൊണ്ടും അവരെ പോയി ഫ്രിഡ്ജിനകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ക്രീം നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അവരെ ഓടിച്ചെന്ന് അതിനകത്ത് നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് തോണ്ടി എടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു നമുക്ക് ഫ്രിഡ്ജ് ആകുമ്പോൾ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇപ്പം ഞാനത് എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഞാനിത് ഇപ്പം ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിനകത്ത് വെച്ച് നമുക്കൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുവിധമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഒരു 6 മണിക്കൂറും 8 മണിക്കൂറും വരെയൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസിയും സൂപ്പറായിട്ട് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സ്പ്രിംഗ് ഫോയിലിൻ്റെ കേക്ക് ടിൻ ആയതുകൊണ്ട് നമുക്കതൊന്ന് ആ ഒരു സ്പ്രിങ്ങിൻ്റെ അതൊന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കിട്ടും, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയാണ്. സൈഡിൽ ഇച്ചിരി പെർഫെക്ഷൻ കുറവുണ്ട്, അത് സെറ്റ് ആവാഞ്ഞിട്ടാണ് കേട്ടോ പ്രോപ്പറായിട്ട്. അപ്പോൾ അത് എൻ്റെ അടുത്ത് പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്, ഇതിങ്ങനെ ഈ പിസ്തൊക്കെ ഇടുന്നത് എന്നാണ് എന്നോട് ഇപ്പോൾ ചോദിക്കുന്നത്. അവർക്ക് വേഗം കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അല്പം പിസ്തയൊക്കെ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ലബനീസ് മധുരമാണ് കേട്ടോ, ലബനീസുകാരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മധുരമാണ്. അവരിത് കഴിക്കുമ്പം അല്പം ഷുഗർ സിറപ്പൊക്കെ ഇതിൻ്റെ മേലെ കൊഴിച്ചിട്ടാണ് കഴിക്കുക. ഞാൻ പക്ഷേ ഇത് ഒത്തിരി മധുരം ആവണ്ടെന്ന് ഓർത്തിട്ടാണ്. കാരണം അല്ലാതെ തന്നെ നമ്മൾ ഇതിനകത്ത് 2 ലെയറിലും നമ്മൾ മധുരം ആവശ്യത്തിന് ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ അതിൻ്റെ ഒരു ട്രഡീഷണൽ വേയിൽ എടുക്കുവാണെങ്കിൽ നമ്മളിതിൻ്റെ മേലെ അല്പം ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് അല്പം പിസ്ത ഒന്ന് പൊടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, ഒത്തിരി പൗഡർ ആക്കിയിട്ടില്ല. അതും ഇതിൻ്റെ മേലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല സൂപ്പറായിട്ടുള്ള റവ പുഡിങ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണിത്. വളരെ സോഫ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള ചീസ് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ പുളിയും ചെറിയ മധുരമൊക്കെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും രുചിയാണ്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. ഇത് നമ്മളൊരു ഈ റവയുടെ ബേസ് അതായത് ഫസ്റ്റ് ലെയർ നന്നായിട്ട് സെറ്റായി വന്നതുകൊണ്ട് തന്നെ കണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ബേസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒട്ടും അടി പിടിക്കാതെയും കൈ പിടിക്കാതെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ചെറിയ പീസ് ഞാനിതുപോലെ ഒന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അല്പം കൂടെ പിസ്തേര പൊടിയൊക്കെ ഒന്ന് മേലിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പുഡിങ് മുറിച്ചപ്പോഴാണെങ്കിലും തന്നെ കണ്ടോ ഈ ഒരു ഒട്ടും തന്നെ അടിയിലൊന്നും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലല്ലോ. അതുപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം.
ഇതാ കണ്ടില്ലേ, നല്ല ഈസി ആയിട്ടും സ്മൂത്ത് ആയിട്ടും പോരുന്നുണ്ട് നമ്മുടെ പുഡിംഗ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.